എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ വർഷത്തെ ഡിഗ്രി പ്രവേശനത്തിനുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് അപേക്ഷ ഉടൻ ആരംഭിക്കും. ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കാം എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് ഉപകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകുന്നത് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പറയും വിദ്യാർത്ഥികൾ അങ്ങനെ അവരത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് ഉപകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്കും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ ഉടൻ ആരംഭിക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കുള്ള അപേക്ഷ ഉടൻ ആരംഭിക്കുമെന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. ഈ മാസം 15 ശേഷമായിരിക്കും അപേക്ഷ ഉണ്ടാകുക എന്നൊക്കെ നമുക്കറിയുന്നുണ്ട്. അപേക്ഷ ജൂലൈ 15 ശേഷമായിരിക്കും സർവകലാശാലയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പബ്ലിഷ് ചെയ്യുക. ജൂലൈ 15 ശേഷമായിരിക്കും യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ, അതായത് ഡയറക്റ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ നിങ്ങൾ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് ഒന്ന് ഗൂഗിളിലോ ക്രോമിലോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുക. ശേഷം അവിടെ FYUGCAP 2024 എന്ന ഈ ലിങ്ക് അവിടെ കാണാൻ സാധിക്കും. FYUGCAP 2024 എന്ന ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും അതായത് നിങ്ങൾ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതാണ്, നിങ്ങൾ ഓൾറെഡി സൈനപ്പ് ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് എന്താണ്, ക്യാപ്പ് ഐ ഡിയാണ്. പാസ്വേഡ് എന്ന് പറയുന്നത് എന്താണ്, സെക്യൂരിറ്റി കീ ആണ്. ഇവ നൽകി ലോഗിൻ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്ലൈയിങ് ഫോർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന ലിങ്ക് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. പക്ഷേ ഇതുവരെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾ അവിടെ ആദ്യം ചെയ്യേണ്ടത്, അതായത് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ള ചോദ്യത്തിന് നമുക്കെന്താണ് മുഖ്യഘട്ട അലോട്ട്മെൻറ്റിൽ, അതായത് മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും അപേക്ഷ നൽകിയിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ, 3 അലോട്ട്മെൻറ്റ് നടന്നു, ഇതിലൊന്നിലും അലോട്ട്മെൻറ്റ് കിട്ടിയില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സപ്ലിമെൻ്ററിക്കായി അപേക്ഷ സമർപ്പിക്കാം. ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതെ പോയവർക്ക്, ഇപ്പം പരീക്ഷ എഴുതിയത് കാരണം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റാതെ വരുന്നുണ്ടാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീസൺ കാരണം അപേക്ഷിക്കാൻ പറ്റാതെ വരുന്നുണ്ടാവും, നിങ്ങൾക്കും സപ്ലിമെൻ്ററി അപേക്ഷിക്കാം. ഇനിയിപ്പോൾ മുഖ്യഘട്ടത്തിലെ ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ചു, മാൻഡറ്ററി ഫീ അടയ്ക്കാത്തത് കാരണം ലഭിച്ച സീറ്റ് നഷ്ടമായി, അതായത് മുഖ്യഘട്ടത്തിലെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകളിൽ ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചു, പക്ഷേ മാൻഡറ്ററി ഫീ അടയ്ക്കാൻ പറ്റാതെ പോയി, അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റാതെ പോയി എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പുതിയ അപേക്ഷ എന്ത് ചെയ്യാം, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നൽകാൻ സാധിക്കുന്നതാണ്. അലോട്ട്മെൻറ്റിൽ നിന്നും പുറത്തായി പോയ വിദ്യാർത്ഥികൾക്കും അപേക്ഷയിൽ തെറ്റ് വന്നത് മൂലം അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്തായ വിദ്യാർത്ഥികൾക്കും ഇതിനായി അപേക്ഷ സമർപ്പിക്കാം. ഇനി എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം. നിലവിൽ അപേക്ഷ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുക, FYUGCAP കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡയറക്റ്റ് സെർച്ച് ചെയ്താൽ മതിയാവും. ഗൂഗിളിൽ കയറിയിട്ട് അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ FYUGCAP 2024 എന്ന ലിങ്ക് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ രജിസ്റ്റർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവർ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം നൽകിക്കൊണ്ട് ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡ്, ക്യാപ്പ് ഐ ഡിയും സെക്യൂരിറ്റി കീയും സൃഷ്ടിച്ചതിന് ശേഷം, അതായത് ക്യാപ്പ് ഐ ഡിയും സെക്യൂരിറ്റിക്കും ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് ലോഗിൻ ചെയ്യേണ്ടത്. പക്ഷേ നിലവിൽ ലോഗിൻ ചെയ്തിട്ടുള്ളത്, നിലവിൽ അപേക്ഷ സമർപ്പിച്ചിട്ടൊരു വിദ്യാർത്ഥിയാണ്, അലോട്ട്മെൻറ്റ് കിട്ടാത്തത് കാരണം പുറത്തായി പോയതാണ്, അല്ലെങ്കിൽ മാൻഡറ്ററി ഫീ അടയ്ക്കാത്തത് കാരണം തെറ്റുവന്നാണ്, എന്തെങ്കിലും കാരണം വെച്ചാൽ പുറത്തായി പോയതാണ്. ഇപ്പം നിലവിൽ അപേക്ഷ കൊടുത്തിട്ടുള്ളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും,
ലോഗിൻ വഴി മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യേണ്ട. നിങ്ങൾ ഓൾറെഡി ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതാണ്. നിങ്ങളുടെ ക്യാപ്പ് ഐ ഡി സെക്യൂരിറ്റി കീ നൽകി നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസും പ്രൊസീജിയറെല്ലാം കൈമാറാവുന്നതാണ്. നിങ്ങൾക്ക് ഓപ്ഷൻസുമായിട്ട് ചേർക്കാനൊക്കെ പറ്റുന്നതായിരിക്കും എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കാം. അപ്പോൾ ഏതായാലും അപേക്ഷ എന്ത് ചെയ്യും? ഈ മാസം 15-ന് ശേഷമായിരിക്കും, അതായത് ജൂലൈ 15-ന് ശേഷമായിരിക്കും യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ എന്ത് ചെയ്യുക? ഇതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ പ്രസിദ്ധീകരിക്കുക. അങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ ചാനലിലേക്ക് നിങ്ങളെ എത്തിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. അതിലും ജൂലൈ 15-ന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് കാരണം ഇന്ന് ജൂലൈ 14 15 നാളെ സൺഡേ ആണ്. മിക്കവാറും തിങ്കളാഴ്ച മുതലായിരിക്കും ഇതിൻ്റെ അപേക്ഷ ഉണ്ടായിരിക്കുന്നത്. വിദ്യാർത്ഥി അതിനുശേഷം ജൂലൈ 15-ന് ശേഷമായിരിക്കും. ജൂലൈ 15 നാളെയാണ്, അപ്പോൾ തിങ്കളാഴ്ച മുതലായിരിക്കും. അപ്പോൾ നാളെ രാത്രിയോടെ അപേക്ഷ വന്ന് തിങ്കളാഴ്ച മുതൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുമായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. My name is Kare, the founder of Kare for the Career Garden. Thank you for watching. Bye.